ഹലോ ഹായ് അസ്സാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു 4 മണി ചായൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ മക്കളൊക്കെ കളിക്കാൻ അതിൻ്റെ ഇടയിൽ വന്നിട്ട് ചായ വെച്ചിട്ടുണ്ട് കേട്ടോ. ചായ ആദ്യം തന്നെ ഉണ്ട് വെച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കടിയൊക്കെ ഉണ്ടാക്കുമ്പോഴേക്ക് നമ്മളെ ചായ ഒരു പാകത്ത് ചൂടായി വരും കേട്ടോ. അപ്പോൾ പാകത്ത് ചൂടുള്ള ചായയാണ് ഇവിടെ മക്കൾക്കൊക്കെ വേണ്ടത്. അതുകൊണ്ട് ഞാൻ ചായ ഫസ്റ്റ് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പൂവട ഉണ്ടാക്കുകയാണ്. അപ്പോൾ അരിപ്പൊടി കൊണ്ട് പൂവട പുഴുങ്ങിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പൂവടക്കുള്ള പൊടിയൊക്കെ വാട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ വാട്ടി വെച്ച പൊടി പെട്ടെന്ന് തന്നെ കുഴച്ചെടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായി കിട്ടും. അപ്പോൾ ഞാൻ ചൂട് ഒന്നണ്ട് തണുത്തിട്ട് നല്ല ചൂടുള്ളതൊന്ന് തണുത്തിട്ട് കുഴക്കാമെന്ന് വിചാരിച്ചിട്ട് ഫസ്റ്റ് തന്നെ തേങ്ങ ചിരവിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പൂവടക്കുള്ള തേങ്ങയൊക്കെ ചിരവിയെടുത്ത് വന്നപ്പോഴേക്ക് മാവ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറിയും നല്ലോണം ചൂടൊന്നും ആറിയിട്ടില്ല കേട്ടോ. അപ്പോൾ ആ ചൂടോടെ തന്നെ നല്ലോണം കുഴച്ച് സോഫ്റ്റാക്കി എൻ്റെ എടുത്തിട്ടുണ്ട് കേട്ടോ. മക്കൾക്ക് സ്കൂളില്ലാതെ ഇങ്ങനെ വീട്ടിലിരിക്കുന്നതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വേണം കേട്ടോ. ഇനിയിപ്പോൾ ബിസ്ക്കറ്റ് ആയാലും മിച്ചറായാലും ചിപ്സ് ആയാലും എന്ത് കൊണ്ടുവന്നാലും അത് അപ്പം തന്നെ ഉണ്ട് കഴിയും കേട്ടോ. പിന്നെ ഞാൻ അവരെ കാണാതെ കുറേ എടുത്ത് വെക്കലാണ്. എന്താ എല്ലാ സമയത്തും ഇങ്ങനെ ബേക്കറി കഴിച്ചാൽ ശരിയാവില്ലല്ലോ പറഞ്ഞിട്ട് കുറച്ചൊക്കെ എടുത്ത് വെക്കലാണ് കേട്ടോ. എന്നാലും ഞാൻ അവിടെ ഇവിടെ ഒന്ന് ഇരിക്കുക കിടക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴേക്കും അതൊക്കെ തപ്പിപ്പിടിച്ച് എടുത്ത് കഴിക്കും കേട്ടോ. അതുതന്നെയാണ് ഇപ്പോൾ അവർക്കുള്ള ഒരിത്. പിന്നെ എന്താ വെച്ചാൽ നല്ല വെയിലായതുകൊണ്ട് വല്ലാണ്ട് പുറത്തു കൂടെ പോകാനും പറ്റില്ലല്ലോ. മക്കൾക്ക് പേരൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കും വേണം. അപ്പോൾ അവർ കുറച്ച് നേരം കഴിക്കും, കുറച്ച് നേരം കളിക്കും, അങ്ങനെയുള്ള ഇതാണ്. പിന്നെ എല്ലാവരും പാടെ കൂടി ഒന്ന് തല്ലുവിടും. ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഇപ്പോഴത്തെ ഹോബി. അങ്ങനെ നമ്മൾ 4 മണി ചായക്ക് ഇന്ന് പൂവടയല്ല ഉണ്ടാക്കണത്. ആ പൂവടക്കുള്ള മാവൊക്കെ ഉണ്ട് കുഴച്ച് റെഡിയാക്കി ഇങ്ങനെ ബോളാക്കി വെച്ചപ്പോൾ ഞാൻ തേങ്ങയ്ക്ക് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് അതും നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് അധികം തന്നെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു 3:30-4 മണി ആയിട്ടുള്ളൂ. ഇനിയിപ്പോൾ രാത്രി മഗ്‌രിബ് ഇശാഹ് കഴിഞ്ഞിട്ട് ചോറുണ്ടുള്ളൂ. അപ്പോൾ 4 മണിക്കുള്ള ചായ കൂടി കഴിഞ്ഞാൽ പിന്നെ അവരിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ വന്നിങ്ങനെ കളിക്കണീൻ്റെ ഇടയിലും പഠിക്കണീൻ്റെ ഇടയിലൊക്കെ വന്നിട്ട് ഇങ്ങനെ എടുത്ത് തിന്നാൻ വേണ്ടിയിട്ട് പാത്രത്തിൽ ഉണ്ടാക്കി വെച്ചാൽ പിന്നെ ഇങ്ങനെ അവർ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കഴിച്ചോളൂല്ലോ എന്ന് പറഞ്ഞിട്ട് കുറച്ചധികം തന്നെ ഉണ്ടാക്കിയിട്ട് പാത്രത്തിൽ ഇട്ട് വെക്കും കേട്ടോ. അപ്പോൾ പിന്നെ അവരെ ആവശ്യത്തിനനുസരിച്ചിട്ട് അവരിപ്പോൾ കഴിച്ചതിൻ്റെ ബാക്കി പിന്നെ രാത്രി ആകുമ്പോഴത്തെ എന്തായാലും കഴിച്ച് തീർക്കും കേട്ടോ. സ്കൂൾ ഉണ്ടെങ്കിൽ പിന്നെ അവർക്ക് കഴിക്കാനൊന്നും വേണ്ട. സ്കൂളില്ലാത്ത ചില സമയങ്ങളിൽ എപ്പോഴും കഴിക്കാൻ വേണം. ചില സമയങ്ങളിലൊന്നും ഒന്നും കഴിക്കാൻ വേണ്ടതാണ് കേട്ടോ. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഓരോരോ ഇത്. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ എന്താ ചെയ്തത് പ്രസ്സിൽ തന്നെ പുരട്ടിയെടുത്തിട്ട് തേങ്ങയും പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം പൂവൊക്കെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പൂവട നെയ്യപ്പം കുയ്യപ്പം ഒക്കെ ഉണ്ടാക്കുമ്പോൾ എങ്ങനെ അറിയോ, അത് ഉണ്ടാക്കിയിട്ട് പിന്നെ ശരിയായാലും നമുക്ക് എപ്പോഴും ഉണ്ടാക്കാൻ തോന്നും കേട്ടോ. അപ്പം ഞാൻ ഈ അരി പൊടിച്ച് കൊടുത്തതിന് ശേഷം പൂവട ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇതുവരെ പൂവട ഉണ്ടാക്കി നോക്കാത്തതുകൊണ്ട് ഉണ്ടാക്കുമ്പോൾ ഇനിയിപ്പോൾ ഇത് പുഴുങ്ങിയെടുക്കുമ്പോൾ പൊട്ടുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കാൻ കേട്ടോ. ഇത് പൂവട പുഴുങ്ങിയെടുക്കുമ്പോൾ ഇങ്ങനെ പൊട്ടുന്നതുകൊണ്ട് എനിക്ക് ഉണ്ടാക്കാൻ ഭയങ്കര മടിയാണ്. ഞാനപ്പോൾ ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കിയിട്ട് പൊരിച്ചെടുക്കും കേട്ടോ. അപ്പോൾ പിന്നെ പൊട്ടുന്ന പ്രശ്നമൊക്കെ വരില്ലല്ലോ. അങ്ങനെ പൂവട കുഴച്ചപ്പോൾ നല്ല മാവ് നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ തേങ്ങയും പഞ്ചസാരയൊക്കെ നിറച്ച് പിന്നെ പൂവൊക്കെ ഇങ്ങനെ ഇട്ടുകൊടുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തട്ടിൽ വെക്കാൻ ആയപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ തട്ടിക്ക് വെച്ചെടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ പൂവൊക്കെ ആക്കി ഇങ്ങനെ വെക്കുമ്പോൾ നമ്മൾ ഇത് പൊട്ടിയാലോ എന്നുള്ള ഒരു ചിന്തയാണ് കേട്ടോ. പൊട്ടുമോ ഇത് വേവുന്ന വരെ പൊട്ടുമോ എന്നുള്ള ചിന്തയിലാണ് പെട്ടെന്ന് തന്നെ ആയത്. ഞാൻ പിന്നെ ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ചൂടാക്കാൻ വെച്ചിരിക്കണം. അപ്പോൾ അത് ചൂടായി വരുമ്പോഴേക്ക് തട്ടിക്ക് ഇങ്ങനെ ആക്കിയത് വെച്ചും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ ആദ്യം കയറ്റിയെടുക്കട്ടെ. ഇനിയിപ്പോൾ അത് ഇങ്ങനെ ആവുമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ വെന്ത് നോക്കിയപ്പം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പൊട്ടും ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നല്ല ടേസ്റ്റായിട്ട് നല്ല കാണാൻ നല്ല മൊഞ്ചുള്ള പൂവട തന്നെയാണ് കേട്ടോ. അപ്പോൾ ആയത് പെട്ടെന്ന് തന്നെ ഞാൻ പാത്രത്തൊക്കെ ഇട്ടു മക്കൾക്കൊക്കെ അങ്ങനെ കൊടുത്തു കേട്ടോ. അപ്പോൾ ഇന്നത്തെ 4 മണി വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഞാൻ മക്കൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാനും ചായയൊക്കെ കൂട്ടി പൂവടയൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ.